നമസ്കാരം. ഈ വെഞ്ഞാറമൂട് 5 പേരെ കൂട്ടക്കൊല നടത്തിയ കേസിൽ അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉപ്പയുടെ സഹോദരനും അതുപോലെ തന്നെ സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടുള്ള വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ യാതൊരു കൂസലും ഇല്ലാതെ, യാതൊരു മുഖത്തൊന്നും കുറ്റബോധത്തിന്റെ ഒരു ലേശം പോലും അവന്റെ മുഖത്ത് കാണാനില്ല. അങ്ങനെയാണ് പോലീസുകാരോട് കാര്യങ്ങൾ വിവരിക്കുന്നത്. ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു, അവിടെ വെച്ച് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു തരത്തിലും ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ഈ അഫാൻ കാര്യങ്ങൾ. പിന്നെ നമുക്ക് തുടക്കം മുതലേ അറിയാം, ഇങ്ങനെയൊക്കെ ഒരു 5 കൂട്ടക്കൊല ചെയ്തുള്ള ഒരാൾക്ക് 1% പോലും കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ഈ അഫാൻ ഈ പോലീസിനോടും ഈ അന്വേഷണ സംഘങ്ങളോടൊക്കെ തന്നെ കാര്യങ്ങളെ കുറിച്ചിട്ട് വിവരിക്കുന്നതും. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഓരോ നിർണായകമായിട്ടുള്ള പല മൊഴികളും അല്ലെങ്കിൽ പല കേസിലേക്ക് നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് ശ്രീജാത്? അതായത് ഏറ്റവും ഒടുവിലായി നമ്മൾ ആദ്യമേ തന്നെ ഒരു അഫാനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പരിശോധിക്കുമ്പോൾ ആദ്യമേ തന്നെ ആദ്യം ഒരു ടേണിംഗ് പോയിന്റ് ഈ ഒരു കേസിൽ ഉണ്ടാകുന്നത് ഒരു ഹിറ്റ് ലിസ്റ്റ് അഫാൻ പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കടം കയറി മുടുങ്ങി നിൽക്കുന്ന ഈ കുടുംബത്തെ നോക്കി കളിയാക്കുന്നവരെ, കടത്തിൽ സഹായിക്കാത്തവരെയൊക്കെ തന്നെ പൂർണ്ണമായും വകവരുത്തുക എന്നുള്ളതായിരുന്നു ഈ അഫാന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ ആദ്യമായിരുന്നു ഉമ്മയെ കൊല്ലുക എന്നുള്ളത്. ഉമ്മയെ കൊല്ലുന്നതിൽ അഫാന്റെ കണ്ണിൽ അഫാൻ വിജയിച്ചിരിക്കുകയാണ്. ഉമ്മയെ കൊന്നു കഴിഞ്ഞു. നേരെ പോകുന്നത് ഉമ്മുമ്മയുടെ വീട്ടിലാണ്. ഉമ്മുമ്മയുടെ വീട്ടിൽ പോയി ഉമ്മുമ്മയുടെ മാലയും കവർന്ന് ഉമ്മുമ്മയും തലക്കടിച്ചു കൊന്ന് 10 മിനിറ്റ് കേട്ടോ. അവിടെ ആ ഉമ്മുമ്മാന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുമ്പോൾ 10 മിനിറ്റ് തെളിവെടുപ്പിന് ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് വേറെ ഒന്നുമില്ല. ചെല്ലുന്നു, ഉമ്മുമ്മയെ കാണുന്നു, തലക്കടിക്കുന്നു, മാല എടുക്കുന്നു, സിമ്പിൾ ഇറങ്ങുന്നു. ഇത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് കുറച്ച് പ്രായം കൂടുതലുള്ള ആളായതുകൊണ്ട് അധികം ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല. ഇല്ല, ഇവിടെ ലത്തീഫിനോട് നോക്കിയാലും അവിടെയും ബലപ്രയോഗത്തിന് ആവശ്യം വന്നില്ല. ഒരു അടി, ആ ഒരു അടി മതി നമ്മൾ ഇരുന്ന ഇരിപ്പിന് അവിടെ വീഴാനെന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ല. ആ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലത്തീഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലത്തീഫിനെ ആദ്യം അടിക്കുന്നു. കഴിഞ്ഞ ദിവസം അഫാന് തന്നെ മൊഴി പുറത്തു വന്നത് ഇങ്ങനെയാണ്. ലത്തീഫിനെ അടിച്ചപ്പോൾ, ആദ്യം തലക്കടിച്ചപ്പോൾ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് തന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ ദേഷ്യവും അടിച്ചടിച്ച് തീർക്കുകയാണ്, ലത്തീഫിനെ അടിച്ചു തീർക്കുകയായിരുന്നു. ഈ ലത്തീഫിനെ അടിക്കുന്നത് കണ്ട് അടുക്കളയിൽ നിന്നും ഓടി വന്ന ഭാര്യ തിരിഞ്ഞോടുകയായിരുന്നു. തിരിഞ്ഞോടിയ ഭാര്യ പുറത്തു പറയും. അതിനൊരു വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം കൊണ്ട്, അതായത് ഈ ലത്തീഫിന് മരണം കഴിഞ്ഞ ശേഷം ഭാര്യ പുറത്തു പറയുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസ് വന്ന് അഫാനെ പിടിക്കും. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അനുജനെ കൊല്ലാനും കഴിയില്ല, അതുപോലെ തന്നെ കാമുകയും കൊല്ലാൻ കഴിയില്ല. ആ ഒരു സമയം അഫാന് വേണം. അതുകൊണ്ട് മാത്രം ഉപയോഗിക്കുകയായിരുന്നു ഈ സജിത ബീവിയുടെ മരണം. അങ്ങനെ മാത്രം ഉപയോഗിക്കുകയായിരുന്നു അഫാൻ എന്ന് പറയുന്നത്. ആദ്യം കയ്യിലടിക്കുന്നു, പിന്നീട് വീഴുമ്പോൾ പിടിച്ച് മടിയോട് ചേർത്ത്, അതായത് തന്നിലേക്കായിരുന്നു വീണതെന്ന് അഫാൻ തന്നെ പറയുകയാണ്. മടിയിലോട്ട് വീണപ്പോൾ വീണ്ടും തലക്കടിക്കുന്നു. അങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത്. അതായത് ഈ അടുക്കളയ്ക്കും പുറത്തുമായുള്ള ആ വാതിൽ പടിയിലായിരുന്നു അതായത് അഫാന്റെ ഈ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയുടെ ബോഡി കണ്ടെത്തിയിരുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ 3 പേരെ, അപ്പോൾ അഫാന്റെ കണ്ണിൽ അഫാൻ 4 പേരെ കൊന്നു. ഉമ്മുമ്മ, ഈ 2 വ്യക്തികൾ, ലത്തീഫിന്റെ ഭാര്യയും കൊന്നു. 4 പേരെ കൊന്നു. പിന്നെ വരുന്നത് അനിയനെ കൊല്ലാന്നുള്ളതാണ്. അനിയനെയും വെൽ പ്ലാൻഡ് ആയിട്ട് അനിയനെ കുഴിമതി വാങ്ങാനായി പറഞ്ഞു വിടുകയാണ്. ആ സമയം കൊണ്ട് അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ ഉമ്മയ്ക്ക് വയ്യ, വരാമോ എന്ന് വന്ന് വീട്ടിൽ നോക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാമുകി വിളിക്കുന്നു. നീ ആദ്യം ഇവിടെ ഇരിക്കും, ഞാനൊന്ന് നോക്കിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ സ്വന്തം മുറിയിലേക്ക്, അവളെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് കൊണ്ടിരുത്തുന്നു. ശേഷം അവളെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴേക്കും അനിയനെ കൊല്ലുന്നു. പിന്നെ അമ്മയെടുത്ത് വരുമ്പോൾ അമ്മയ്ക്ക് ജീവനുള്ളത് പോലെ തോന്നുന്നു. പിന്നീടും അമ്മയും കൊല്ലുന്നു. അങ്ങനെ പലതരത്തിലുള്ള വെൽ പ്ലാനിങ് നടക്കുമ്പോൾ ഇടയിലാണ് നമ്മൾ അറിയുന്നത് തട്ടത്തുമലയിൽ ഒരു വീട്ടിലും അഫാന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അഫാൻ അങ്ങനെ തട്ടത്തുമലയിലെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അതായത് ആ വീട്ടിൽ കല്യാണം നടക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ കല്യാണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിനായി വാങ്ങിവെച്ച സ്വർണ്ണാഭരണം കൊണ്ട് അത് തരണമെന്ന് ആവശ്യപ്പെടുന്നു. അവരത് കൊടുക്കാതിരിക്കുന്നു. ആദ്യം അമ്മയും മകനുമായി പോയി ചോദിച്ചു, അവർ കൊടുക്കുന്നില്ല. പിന്നീട് ഈ അഫാൻ മാത്രമായി പോയി ചോദിച്ചു, കൊടുക്കുന്നില്ല. പിന്നീട് പക്ഷെ അഫാൻ ഒരു 23 വയസ്സിന്റെ ഒന്നും ഉള്ള പക്വതയോ ചിന്താശേഷിയോ ഒന്നും അല്ല. ഇതിപ്പോ കൊലപാതകം നമുക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അല്ലാതെയും 23 വയസ്സുകാരൻ ചെയ്യുന്ന പ്രവർത്തികളല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ പ്രായത്തിൽ കവിഞ്ഞൊരു വലിയൊരു പ്രായമായവർ ചെയ്യുന്ന പോലെ, അതായത് ഈ പൈസ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സഹായം ചോദിക്കുമ്പോൾ തിരിച്ചു നൽകാത്തവരോട് ചീത്ത വിളിക്കുകയും അവരുടെ വീട്ടിൽ കയറാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് അതിനുശേഷം തട്ടത്തുമലയിൽ അന്ന് പോകാൻ കഴിഞ്ഞില്ല. അഫാൻ പറയുന്നത് അന്ന് അവിടെ ആൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ അഫാന് തന്നെ വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു മൊഴി, അനിയന്റെ മരണം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വിറച്ചു പോയി എന്നുള്ളതാണ്. അത് ഒരിക്കൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ വിറച്ചു
മറച്ചുപോയ ഒരാൾക്ക് ഒരിക്കൽ പോലും അങ്ങനെയാണെങ്കിൽ അനിയനെക്കാട്ടിൽ ആദ്യം കൊന്നത് ഈ പെൺ സുഹൃത്തിനെയാണ്. എത്ര പകയുണ്ട്, എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവൾ നിലവിളിക്കുമ്പോൾ ഒരു പക്ഷെ മനസ്സ് മാറേണ്ടതാണ്, അപ്പോഴും മനസ്സ് മാറിയിരുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യം. ഇവിടെ ഇന്ന് ഏറ്റവും ഒടുവിലായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇത്രയും പേര് ഈ തട്ടത്തുമലയിലെ അമ്മയും മകളെയും മാത്രമല്ല വേറെയും ഒരു സ്ത്രീയെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ അഫ്വാന്റെ ഈ ഡിജിറ്റൽ തെളിവുകൾ എല്ലായ്പ്പോഴും പ്രധാന തെളിവുകളായി മാറുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഡിജിറ്റൽ തെളിവിൽ അഫ്വാൻ ഒന്നും തന്നെ സെർച്ച് ചെയ്തിട്ടില്ല. അതായത് എങ്ങനെയാണ് കൊലപാതകം നടത്തേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത്, ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ ഹിസ്റ്ററി അങ്ങനെ ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല മൊബൈലിൽ. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഇല്ല അഫ്വാനെ സംബന്ധിച്ച് മൊബൈൽ ഫോണിൽ. അത് ഫോറൻസിക് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ അതിലൊരു ചാറ്റ് ഉണ്ട്. അതിലൊരു ലേഡിയുടെ അടുത്ത ബന്ധു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ബന്ധുവിനോട് ഈ മാല പണയം വെക്കാനായി ചോദിച്ചിട്ടുണ്ട്. മാലയൊന്ന് പണയം വെക്കാനായി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നൽകുന്നില്ല. അവർ പറയുന്നു ഇല്ല, തരാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് അവൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അവർ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അഫ്വാൻ വ്യക്തമായി പറയുന്നുണ്ട് തന്നില്ലേ നിന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇപ്പൊ നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരനോ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കും, നമ്മൾ വിചാരിക്കാം അവൻ തമാശക്ക് പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കും. ഒരിക്കലും വിചാരിക്കില്ല. അങ്ങനെ ഒരു ചാറ്റ് ഇപ്പോൾ അഫ്വാന്റെ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി അഫ്വാനിൽ നിന്നും എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിങ്ങനെ ഈ ഹിറ്റ് ലിസ്റ്റ് ഇനി കണ്ണിക്കണ്ണിയായി നീളുമോ എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ആ വീട്ടിൽ അന്ന് ഈ കാശ് എന്ന് നിരന്തരം കടക്കാരെത്തുന്നതാണോ പറയുന്നത്. അന്ന് ഈ പണം കൊടുത്ത ആൾക്കാരുടെ ജീവന്റെ ആയുസ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അന്നൊരു പക്ഷെ ആരെങ്കിലും അവിടേക്ക് വന്നിരുന്നെങ്കിൽ അവരെ ആക്രമിക്കാൻ മുളക് പൊടി കരുതിയിരുന്നു. ഈ മുളക് പൊടി ഇട്ട് ആക്രമിക്കുകയും വേണ്ടി വന്നാൽ അവരെ തലക്കടിച്ച് കൊല്ലാൻ പോലും ഈ അഫ്വാൻ മടിക്കില്ല എന്നുള്ള ഇടത്താണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5-ലൊന്നും ഒതുങ്ങേണ്ടതല്ല ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. 9 പേരെ ഇപ്പൊ ഏറ്റവും കുറഞ്ഞ 9 പേരെ കൊല്ലാൻ. മറ്റുള്ളവരൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തോ ഭാഗ്യം, എന്തോ ചെയ്തിട്ട് മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള ഒരു സുഹൃത്തുക്കൾ അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലാതെ ഈ ലിസ്റ്റ് ഇനിയും നീളും. എനിക്ക് തോന്നുന്നു ഇനിയും വിശദമായിട്ടുള്ള പരിശോധന വരുമ്പോ ഇനിയും ഒരുപക്ഷെ ഈ അഫ്വാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ആളുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഷെമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അഫ്വാന്റെ ഉമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഉമ്മയെ കഴിഞ്ഞ ദിവസം ICUവിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഷെമിയുടെ ഒരു ഒറ്റ ആവശ്യമേ ഉള്ളൂ, അഫ്വാനെ കാണുക എന്നുള്ളത്. ഈ ഒരു സംഭവം കഴിഞ്ഞ് ഷെമിയെ അന്ന് രാത്രി തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അതിനുശേഷം ഏകദേശം 14 ദിവസം പിന്നിട്ടിട്ടുണ്ട്. ഈ ഒരു ദിവസമാണ് ഈ അഫ്വാൻ എവിടെയെന്ന് ചോദിക്കുന്നത്. 2ാം ആഴ്ചയാണ് അഫ്വാൻ എവിടെയും ചോദിക്കുന്നത്. അതിന് ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനു മുൻപ് ഇളയ മകന്റെ മരണം ഉമ്മ അറിയുന്നുണ്ടല്ലോ. അതിനുശേഷം ഈ അഫ്വാൻ സ്നേഹിച്ച പെൺകുട്ടി, അതുപോലെ തന്നെ ഈ ലത്തീഫിന്റെ ഭാര്യ, അതുപോലെ തന്നെ ഉമ്മുമ്മ, ഇവർ 4 പേരുടെ മരിച്ച കാര്യവും ഒരു അപകടത്തിൽ മരിച്ചു എന്ന വിവരം ഈ ഷെമിയെ അറിയിക്കുകയാണ്. പക്ഷെ ഷെമി അപ്പോഴും ഷെമിക്ക് ഒന്നും ഓർക്കാവുന്നതേ ഉള്ളൂ എന്നാണ്. ഈ 4 പേര് ഈ ഫർസാനെയും കൊന്നോ എന്നുള്ള ഞെട്ടലായിരുന്നു സത്യത്തിൽ ഷെമിക്കുണ്ടായിരുന്നത്. കാരണം മറ്റു 3 മരണവും ഷെമി നേരത്തെ അറിഞ്ഞതെന്നാണ് അഫ്വാൻ പറയുന്ന മൊഴിപ്രകാരമാണെങ്കിൽ ഷെമി നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് അഫ്വാൻ പറയുന്നത്. ഞാൻ ഉമ്മയോടെല്ലാം പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ പോലും ഷെമി ഒറ്റ വാക്ക് പോലും പുറത്തു പറയുന്നില്ല. ഇനി ഷെമി പുറത്തു പറയാതിരുന്നിട്ടും കാര്യമില്ല. അഫ്വാനെ അതായത് 3 വിവരവും ഈ 4 മരണ വിവരവും അറിയിച്ചിരിക്കുകയാണ്. 4 പേരും അപകടത്തിൽ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 പേരും അപകടത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്നത് അഫ്വാൻ എവിടെ, എനിക്ക് അവനെ കാണണം എന്നുള്ളതാണ്. അതായത് മറ്റാരും ഈ ഒരു കൊലപാതക പരമ്പര ലോകം അറിയുന്നതിന് മുൻപ് ആദ്യം അറിഞ്ഞത് ഷെമിയാണ് എന്നാണ് അഫ്വാൻ പറയുന്നതനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പോട്ടെ, ഈ 4 കൊലപാതകങ്ങൾ നടക്കേണ്ട പോട്ടെ, സ്വയം തനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ബോധമുണ്ടല്ലോ. മകന്റെ കൈ കൊണ്ടാണ് സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ കള്ളത്തരം ഇങ്ങനെ നിലനിൽക്കുമെന്ന് പോലീസിനറിയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പൊളിയുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. പോലീസിന് മുന്നിൽ ഇങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിലായിക്കോട്ടെ, പോലീസിന് മുന്നിലായിക്കോട്ടെ, ഡിവൈഎസ്പിയുടെ മുന്നിലായിക്കോട്ടെ, ഒക്കെ തന്നെ കള്ളത്തരം ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഭർത്താവിനടുത്ത് പോലും ഇത് തന്നെയാണ്, തീർച്ചയായും റഹീമിനടുത്ത് പോലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഘട്ടം ഘട്ടമായി ഒറ്റയടിക്ക് ഒരുപക്ഷെ ആരോഗ്യസ്ഥിതിയെ വളരെ മോശമായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഘട്ടം ഘട്ടമായി പറയുന്നത്. ഇനി 4 പേര് മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്നത് അഫ്വാനാണ് ഇതൊക്കെ എന്നായിരിക്കും. അതിന് മുന്നേ അഫ്വാനെ കാണണമെന്നാണ് പറയുന്നത്. ഷെമിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു ഇടയ്ക്ക്, പക്ഷെ ഇപ്പോൾ വീണ്ടും റിക്കവർ ചെയ്യുന്നുണ്ട്. അഫ്വാനെ കാണണം. അപ്പോൾ ബന്ധുക്കൾ നൽകുന്ന ഒരു ഉറപ്പ്, വീട്ടിലേക്ക് ഇനി ഒരു 3 ദിവസത്തിനകം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു
ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വെച്ച് കാണാമെന്നാണ് പറയുന്നത്. അങ്ങനെ അതൊരു സാധ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോടതിയിൽ വെച്ചിട്ടെങ്ങാനും അഫാനുമായി ഉമ്മ കാണുമോ എന്നറിയില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ അഫാനെ കുറിച്ച് ഉമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഉമ്മ ഒരു വാക്ക് പോലും വിട്ടു പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിട്ടു പറയാതിരിക്കുന്നിടത്തോളം കാലം പോലീസിന് കാര്യങ്ങൾ പറയേണ്ടി വരും, അങ്ങോട്ട് പറയേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയേണ്ടി വരും. ഇല്ലെങ്കിൽ തെളിവുകൾ സഹിതം നിരത്തിയാൽ മാത്രമേ ഇനി ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉമ്മയുടെ വായിൽ നിന്ന് നമുക്ക് പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ളത് ആകെ ജീവിച്ചിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അവര് മാത്രമാണ്. മാത്രമല്ല ഈ പല കടങ്ങളും ഈ ഉമ്മയ്ക്കും കൂടി അറിയാവുന്നതാണെന്നുള്ള പല ഒരു മൊഴികളും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനെ കുറിച്ചിട്ടൊരു വ്യക്തത തരണമെങ്കിലും ഈ പറയുന്ന അവരുടെ ഉമ്മ ഇതിനെ കുറിച്ച് സംസാരിച്ചേ മതിയാവുള്ളൂ. അതിന് ഇവര് അഫാനാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അവരറിയണം. അതിനെക്കുറിച്ച് അവരെന്തെങ്കിലും പ്രതികരിക്കണം എന്ന് അത് എന്തായാലും ആവശ്യമാണ്. ഇനി ഈ പറയുന്ന പോലെ ഈ മാനസികാരോഗ്യ വിദഗ്ധരുടെ വല്ല കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് സംസാരിക്കുമായിരിക്കും, സത്യങ്ങൾ അവര് പറയുമായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞാൽ നല്ലത്. അതെ കരുത്. എന്തായാലും കേസിൽ അത് ഏറെ അല്ല പൂർണ്ണമായിട്ട് അത് നിർണായകമാകുമെന്നറിയാം. ഏതായാലും ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള മൊഴികളാണ് വരുന്നത്. ഈ 5-ൽ ഒതുങ്ങേണ്ടതല്ല ഈ ഒരു കൊലപാതകം. ഈ അഫാന്റെ ഫോണോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴെല്ലാം തന്നെ വീണ്ടും വീണ്ടും ആ ലിസ്റ്റിംഗ് നീളേണ്ടതാണ്. പക്ഷെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് പലരുടെയും ജീവൻ രക്ഷപ്പെട്ടത്. ഏതായാലും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവിടെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫാൻ ഇപ്പോൾ റിമാൻഡിലാണ്. യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതി സംഭവ സ്ഥലത്തൊക്കെ പോകുന്നതും പോലീസുകാരോട് നടന്ന സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നതും. ഏതായാലും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്തൊക്കെയായിരിക്കും ഇതിന്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.